So next one, we are dealing with convolutional code. Convolutional code ആവുമ്പോൾ ഉള്ള വ്യത്യാസം നമ്മൾ ഇതുവരെ പഠിച്ച ബ്ലോക്ക് കോഡ് ആയിരുന്നു. ലീനിയർ ബ്ലോക്ക് കോഡും പഠിച്ചു, സൈക്ലിക് കോഡും പഠിച്ചു. ഇത് രണ്ടും ബ്ലോക്ക് കോഡിന്റെ എക്സാമ്പിൾ ആയിരുന്നു. അപ്പൊ ഇതിലുള്ള പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മൾ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു എൻകോഡറിന്റെ ഔട്ട്പുട്ട് അല്ലെ, generated by the encoder, അല്ലെ, n bits generated by the encoder depends only on the k input message bits within that time limit. അതായത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? എന്താ അപ്പോ എന്താണ് ബ്ലോക്ക് കോഡ് എന്ന് പറയുമ്പോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എൻകോഡറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മളൊരു മെസ്സേജ് ബിറ്റ് ഇപ്പൊ കൊടുത്തു, ആ മെസ്സേജ് ബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. നമ്മളൊരു മെസ്സേജ് ബിറ്റ് കൊടുത്തു, അതായത് എൻകോഡറിന്റെ ഔട്ട്പുട്ട് നമുക്ക് ആലോചിക്കാം. എൻകോഡറിന്റെ ഒരു എൻ ഡിജിറ്റ്സ് ജനറേറ്റ് ചെയ്യും ഒരു എൻകോഡർ. ആ എൻകോഡർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ചോദിച്ചാൽ, നമ്മളിപ്പോ ഒരു പർട്ടിക്കുലർ മെസ്സേജ് കൊടുക്കുമ്പോൾ ആ മെസ്സേജിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എൻകോഡറിന്റെ ഔട്ട്പുട്ട്. ഏത് ബ്ലോക്ക് കോഡിന്, നമ്മൾ സൈക്ലിക് ആയാലും ലീനിയർ ബ്ലോക്ക് കോഡ് ആയാലും എല്ലാം നമ്മൾ ഓരോ മെസ്സേജ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ആ മെസ്സേജിനെ മാത്രമാണ് ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ കൺവല്യൂഷണൽ എൻകോഡറിൽ അങ്ങനെയല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ, അതായത് encode digits generated by the encoder in a time depends not only on the block of k message bits. അപ്പൊ ആ k message bitsനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, but also on the preceding m-1 blocks of message digits. അതായത് നമ്മളൊരു മെസ്സേജ് കൊടുത്ത, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മളൊരു മെസ്സേജ് കൊടുക്കുന്നു, സാധാരണ ഉള്ളതിൽ ആ മെസ്സേജിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറെ കാൽക്കുലേഷൻ ഒക്കെ ഉണ്ടാകും, നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. നമ്മൾ സൈക്ലിക് കോഡ് ആയാലും ലീനിയർ ബ്ലോക്ക് കോഡ് ആയാലും നമ്മൾ ആദ്യം ഒരു മെസ്സേജ് കൊടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറെ വാല്യൂ കണ്ടുപിടിച്ചു, അടുത്ത മെസ്സേജ് പിന്നെ കൊടുത്തു. അപ്പൊ ആദ്യത്തെ മെസ്സേജ് കൊടുക്കുമ്പോൾ ആദ്യത്തെ മെസ്സേജിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. രണ്ടാമതൊരു മെസ്സേജ് കൊടുക്കുമ്പോൾ രണ്ടാമത്തെ മെസ്സേജിന് മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കൺവല്യൂഷണൽ കോഡ് ആകുമ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ദി പ്രീവിയസ് മെസ്സേജ് ബ്ലോക്ക്, അതായത് ഇതിന് മുമ്പ് കൊടുത്തിട്ടുള്ള മെസ്സേജിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യും ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതായത് ഞാൻ ഇപ്പോൾ ഒരെണ്ണം കൊടുത്ത് അത് മാത്രമല്ല ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, എൻകോഡറിന്റെ ഔട്ട്പുട്ട്. പക്ഷേ ഇതിന് മുമ്പ് കൊടുത്തതിനെയും കൂടെ നോക്കിയിട്ടായിരിക്കും ഔട്ട്പുട്ട് ഉണ്ടാകുന്നത്. അത് എക്സാമ്പിൾസിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. അതായത് നമ്മളൊരു മെസ്സേജ്, നേരത്തെ കേസ് എന്ന് വെച്ചാൽ ഒരു മെസ്സേജ് കൊടുക്കുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരെണ്ണം കിട്ടുന്നു, അടുത്തൊരു മെസ്സേജ് കൊടുക്കുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേറെ ഒരെണ്ണം കിട്ടുന്നു, അടുത്തത് കൊടുക്കുന്നു, അതിന് കറസ്പോണ്ടിങ്, നമ്മൾ ഒരെണ്ണം കൊടുക്കുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അടുത്ത കിട്ടുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ഒരെണ്ണം കൊടുക്കുന്നു, ഔട്ട്പുട്ട് ഇപ്പൊ കൊടുത്തത് മാത്രമല്ല ഇതിന് മുമ്പ് കൊടുത്തതിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കിട്ടുന്നത്. അത്രേ ഉള്ളൂ. അപ്പോ അത് എക്സാമ്പിൾ വെച്ച് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഒറ്റ കാര്യം ഓർക്കുക, ഇത് ജനറൽ എൻകോഡറിന്റെ ഫോം എന്ന് വെച്ചാൽ n,k,m ആണ്. ഇതിലെ എന്നും കെയും എമ്മും എല്ലാം സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ലീനിയറിൽ നിന്നും സർക്കുലർ എൻകോഡറിൽ നിന്നൊക്കെ വ്യത്യാസമുണ്ട്. അത് എന്താണെന്നുള്ളത് ഞാൻ ഇപ്പം ഡിസ്കസ് ചെയ്യും. ഇപ്പൊ ഇതിൽ n,k,m ആയിട്ടാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്ന കൺവല്യൂഷണൽ എൻകോഡർ. ലീനിയറും സർക്കുലറും നമ്മൾ n,k എൻകോഡർ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ n,k,m ആണ്. ഇനി ഒരു കാര്യം ഓർക്കുക, ഇവിടെ റേറ്റ് എഫിഷ്യൻസി എന്ന് വെച്ചാൽ k/n ആണ്. റേറ്റ് എഫിഷ്യൻസി എന്ന് വെച്ചാൽ k/n ആണ്. കൺസ്ട്രെയിൻ ലെങ്ത് എന്ന് വെച്ചാൽ nm ആണ്. ഇതെല്ലാം പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും കേട്ടോ. റേറ്റ് എഫിഷ്യൻസി എന്ന് വെച്ചാൽ k/n ആണ്. അപ്പോൾ ഈ റേറ്റ് എഫിഷ്യൻസിയുടെ കാര്യം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ എഫിഷ്യൻസി ഹാഫ് എന്നോ 1/3 എന്നോ ഒക്കെ തരും. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഉറപ്പിക്കുക, എഫിഷ്യൻസി 1/3 എന്ന് പറഞ്ഞാൽ കെയുടെ വാല്യൂ 1 ആണെന്നും എന്നിന്റെ വാല്യൂ 3 ആണെന്നും ഉറപ്പിക്കുക. എഫിഷ്യൻസി 1/2 ആണെങ്കിൽ അപ്പോഴേ നമുക്ക് എഴുതാം. ആ തന്നിരിക്കുന്നതിൽ വലിയ കാര്യമില്ല, തന്നിരിക്കുന്നതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എഫിഷ്യൻസി 1/2 ഉള്ളത് ഡിസൈൻ ചെയ്യാൻ പറയുമ്പോൾ അപ്പോഴേ നമുക്കറിയാം k = 1 ആൻഡ് ദി വാല്യൂ ഓഫ് n = 2. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി ചില ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട് റേറ്റ് എഫിഷ്യൻസി തന്നിട്ടുണ്ടായിരിക്കും. ചില റേറ്റ് എഫിഷ്യൻസി തരാതെ n,k,m തന്നെ തരും. അങ്ങനെ തന്നിരുന്നാലും നമുക്ക് റേറ്റ് എഫിഷ്യൻസി അവിടെ നിന്ന് കണ്ടുപിടിക്കാം. കാര്യം n-ഉം k-യും അറിയാമെങ്കിൽ
k by n എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? We will be obtaining the value of array efficiency. ക്ലിയർ ആയല്ലോ? ശരി, അപ്പോ ഇത് ഈ പറഞ്ഞ കൺസെപ്റ്റ് എങ്ങനെയാണ് ഈ പ്രീവിയസ് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒരു എൻകോഡർ തന്നിരിക്കുന്നു. ഇതൊരു 3,1,3 കൺവല്യൂഷണൽ എൻകോഡർ ആണ്. ഇവിടെ അതിന്റെ ഓപ്പറേഷനും ഔട്ട്പുട്ടും ഒക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ആദ്യം എന്നും കെയും എമ്മും എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്നും കെയും എമ്മും എന്താണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഒരു എൻകോഡർ n, k, m എന്ന് പറഞ്ഞാൽ അതിൽ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ് ആണ്. നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ് ആണ്. അപ്പൊ ഓർമ്മയുണ്ടല്ലോ, ഇവിടെ വ്യത്യാസമുണ്ട്. n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ്. നേരത്തെ നമ്മൾ പഠിച്ച കേസില് കോഡ് ഈ എൻകോഡ് ചെയ്ത കോഡ് വേർഡിന്റെ ലെങ്ത് ആയിരുന്നു n. പക്ഷെ ഇവിടെ അതല്ല n. n ഈസ് ദി നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ്. നോർമലി അത് നമ്പർ ഓഫ് മോഡുലോ 2 ആഡർ ആയിരിക്കും. കാരണം സാധാരണ നമ്മൾ ഒരു മോഡുലോ 2 ആഡറിൽ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. പക്ഷെ ഇത് എപ്പോഴും നിർബന്ധമാവണമെന്നില്ല. കാരണം നമ്മൾ എവിടെയെങ്കിലും ഒരു ഔട്ട്പുട്ട് മോഡുലോ 2-ലൊന്നും കൊടുക്കാതെ ഡയറക്റ്റ് ഏതെങ്കിലും ഒരു ബിറ്റ് എടുത്ത് ഔട്ട്പുട്ട് കൊടുക്കുകയാണെങ്കിൽ ആ കേസിൽ വ്യത്യാസം ഉണ്ടാവും. മോഡുലോ 2 ആഡറിന്റെ എണ്ണവും നമ്പർ ഓഫ് ഔട്ട്പുട്ടിന്റെ എണ്ണവും സെയിം ആവണമെന്നില്ല. പക്ഷെ സാധാരണ അങ്ങനെ ഡയറക്റ്റ് ഒരു ബിറ്റ് എടുത്ത് ഔട്ട്പുട്ടിലോട്ട് കൊടുക്കത്തില്ല. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കാം. നോക്കിയേ, ഇവിടെ മോഡുലോ 2 ഇതൊരു ആഡർ ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 3 ആഡർ ഉണ്ട്. അതായത് എന്തൊക്കെയോ ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ടന്റ് ആണ് അടുത്ത ഔട്ട്പുട്ടിലോട്ട് കൊടുക്കുന്നത്. സോ നമ്പർ ഓഫ് ഔട്ട്പുട്ട് ഈസ് സെയിം ആസ് നമ്പർ ഓഫ് മോഡുലോ 2 ആഡർ ആണ് ഇവിടത്തെ കേസിൽ. പക്ഷെ ഇനി ഏതെങ്കിലും ഒരു കേസിൽ ഈ 3 എണ്ണം വന്നിട്ട് ഒരു ഔട്ട്പുട്ടും കൂടെ ഉണ്ട്, അത് D3 ഡയറക്റ്റ് എടുത്ത് ഇങ്ങോട്ട് കൊടുക്കുന്നു എങ്കിൽ ആ കേസിന് ഔട്ട്പുട്ടിന്റെ എണ്ണം ഈസ് നോട്ട് ഈക്വൽ ടു ദി നമ്പർ ഓഫ് മോഡുലോ 2 ആഡർ. അപ്പൊ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് ഔട്ട്പുട്ടിന്റെ എണ്ണമാണ് n എന്ന് പറയുന്നത്. നോർമലി നമ്പർ ഓഫ് മോഡുലോ 2 ആഡറിന് ഈക്വൽ ആയിരിക്കും നോർമലി. കാര്യം സാധാരണ ഡയറക്റ്റ് എങ്ങനെ കൊടുക്കുന്നുള്ള ഒരു കാര്യമൊന്നുമില്ല. കാര്യം കുറെ ഓപ്പറേഷൻ നടത്തിയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഔട്ട്പുട്ട് എല്ലാം വന്നിരിക്കുന്ന ഔട്ട്പുട്ട് എല്ലാം മോഡുലോ 2 ആഡറിന്റെ ഔട്ട്പുട്ട് ആണെങ്കിൽ ഉറപ്പിക്കുക നമ്പർ ഓഫ് മോഡുലോ 2 ആഡർ ഈസ് സെയിം ആസ് നമ്പർ ഓഫ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു n. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ n-ന്റെ വാല്യൂ 3 വന്നു. എങ്ങനെയാ 3 വന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ എത്ര മോഡുലോ 2 ആഡർ ഉണ്ട്? 1, 2, 3. അല്ലെങ്കിൽ ഇവിടെ എത്ര ഔട്ട്പുട്ട് എടുക്കുന്നുണ്ട്? ഇവിടെ നിന്ന് ഒരു ഔട്ട്പുട്ട് എടുക്കുന്നുണ്ട്, ഇവിടെ നിന്ന് ഒരു ഔട്ട്പുട്ട് C1 എടുക്കുന്നുണ്ട്, ഇവിടെ നിന്ന് അടുത്ത ഔട്ട്പുട്ട് എടുക്കുന്നുണ്ട് C2 എടുക്കുന്നുണ്ട്, ഇവിടെ നിന്ന് അടുത്ത ഔട്ട്പുട്ട് എടുക്കുന്നു C3 എടുക്കുന്നുണ്ട്. സോ ഹിയർ ദി നമ്പർ ഓഫ് ഔട്ട്പുട്ട് ഈസ് സെയിം ആസ് ദി നമ്പർ ഓഫ് മോഡുലോ 2 ആഡേഴ്സ് which is equal to n. So the value of n is equal to 3. അപ്പൊ n ക്വസ്റ്റ്യൻ തന്നില്ലെങ്കിൽ ഒരു ഫിഗർ തരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് n, k, m എടുക്കാം. ഇവിടെ ആദ്യത്തെ ആയിട്ട് തരുന്നു. ഇനി ചില കേസിന് നമുക്ക് n-ഉം k-യും m തന്നിട്ട് അത് വെച്ച് ഡിസൈൻ ചെയ്യാൻ പറയും. ജനറേറ്റർ മെട്രിക്സും കൂടെ തന്നാൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവത്തില്ല. നമ്മൾ ഇനി അങ്ങോട്ട് വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയും പഠിക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ k ആണ്. k എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇൻപുട്ട് ബിറ്റ്സ് എൻറ്ററിങ് അറ്റ് എനി ടൈം. നമ്പർ ഓഫ് ഇൻപുട്ട് ബിറ്റ്സ് എൻറ്ററിങ് അറ്റ് എനി ടൈം. അതായത് ഇപ്പോഴത്തെ ഒരു സമയത്ത് ഒരേ സമയത്ത് എത്ര ഇൻപുട്ട് എൻറ്റർ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് k is equal to 2 or 3 വരുന്ന ഏതെങ്കിലും കേസ് എക്സാമ്പിൾസ് കുറവാണ്. kയുടെ എണ്ണം നോർമലി 2 അങ്ങനെ കാണാറില്ല. എങ്കിലും അങ്ങനെയുള്ളൊരു എക്സാമ്പിൾ എന്തായാലും ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സസിൽ ഞാൻ എന്തായാലും ഒരു എക്സാമ്പിൾ കാണിക്കും ഫിഗർ എങ്ങനെ വരും എന്നുള്ളത്. ഓക്കെ, അപ്പോ kയുടെ വാല്യൂ നോർമലി 1 തന്നെയാണ് മിക്കവാറും വരുന്നത്. കാരണം അതാ ഒരു അറ്റ് എ ടൈം ഒരു ഇൻപുട്ടാണ് എൻറ്റർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിന്ന്, അതായത് ഒരു ഇൻപുട്ട് എന്ന് വെച്ചാൽ മെസ്സേജ് ഇപ്പൊ ഇവിടെ നിന്ന് ഒരു ഇൻപുട്ടും വന്നു, ഇവിടെ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് ഇങ്ങോട്ട് കൊടുത്താലും kയുടെ വാല്യൂ 1 തന്നെയാണ്. പക്ഷെ ഈ കമ്മ്യൂട്ടേറ്റർ പോലെ ഇവിടെ ഒരു ഡിവൈസ് ഉണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ ഇവിടെ ഒരു കമ്മ്യൂട്ടേറ്റർ ഉണ്ട്. അവിടെ നിന്ന് ഇപ്പൊ M1 ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. അങ്ങനത്തെ കേസിലാണ് മാറ്റം വരുന്നത്. അല്ലാതെ ഈ മെസ്സേജ് ഇതായിപ്പോ ആദ്യത്തേണ്ടാണ് എത്ര സ്ലോയിൽ പോകണം, കാര്യം ബേസ് കിട്ടി തന്നെ പോണം. ഇപ്പൊ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ഒരെണ്ണം ഇങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം k is equal to 2 എന്നല്ല. കാരണം ഇവിടെ ഇപ്പൊ മെസ്സേജ് ഒരെണ്ണേ വരുന്നുള്ളൂ, ആ ഒരെണ്ണം ഇവിടെയും കൊടുക്കുന്നു ഇങ്ങോട്ട് കൊടുക്കുന്നു എന്നേ അതിന്റെ അർത്ഥമുള്ളൂ. പക്ഷെ ഇവിടെ ഈ കമ്മ്യൂട്ടേറ്റർ പോലെ ഇങ്ങനെ വന്നിട്ട് ഇപ്പോ ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരു സാധനമുണ്ട് M1, നമുക്ക് ജസ്റ്റ് M1 എന്തോ ആയിക്കോട്ടെ, ഒരു മെസ്സേജ് 1 ഉണ്ട്. മെസ്സേജ് 1 അല്ല, ഇവിടെ ഒരു M2 ഉണ്ട്. എന്നിട്ട് ഈ സാധനമാണ് ഇങ്ങോട്ട് കൊടുക്കുന്നതെന്ന് വെക്കുക. ഇവിടെ ഒരു കമ്പ്യൂട്ടർ പോലെ ഒരു സാധനം ഉണ്ടെന്ന് വെക്കുക. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാണ് ഒരേ സമയത്ത് ഇവിടെ നിന്നും കിട്ടും, ഇവിടെ നിന്നും കിട്ടും. ദാറ്റ് മീൻസ്
ആ കേസിൽ കെയുടെ വാല്യൂ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 2. ആ കേസിൽ കെയുടെ വാല്യൂ എന്തായിരിക്കും? 2. അങ്ങനത്തെ എക്സാമ്പിൾസ് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പോൾ ഈ രീതിയിലാണ്, അതായത് ഒരേ സമയത്ത് തന്നെ രണ്ട് സ്ഥലത്ത് നിന്ന് ഇൻപുട്ട് എടുക്കാമെങ്കിൽ ഒരേ സമയം എന്ന് ഓർക്കണം. അല്ല ഇവിടെ ആദ്യം 0 വന്നു, പിന്നെ 0 വന്നു, പിന്നെ 1 വന്നു, 0 വന്നു, അതല്ല കൂട്ടേണ്ടത്. ഒരേ സമയം എത്ര സ്ഥലത്ത് നിന്ന് ഇൻപുട്ട് എടുക്കുന്നു, ദാറ്റ് വിൽ ബി ദി വാല്യൂ ഓഫ് കെ. ക്ലിയർ ആയാലോ? ഔട്ട്പുട്ട് എത്ര ഉണ്ട്? ദാറ്റ് വിൽ ബി എൻ. ആൻഡ് ഒരേ സമയം എത്ര ഇൻപുട്ട് എടുക്കുന്നു, ദാറ്റ് വിൽ ബി ദി വാല്യൂ ഓഫ് കെ. ഇനി M is the number of stages of shift register. It's equal to number of flip-flop. Number of stages of shift register is equal to number of flip-flop. ശരി പറഞ്ഞ കൺഫ്യൂഷൻ ആവാതെ ഇവിടെ എത്ര ഫ്ലിപ്പ്-ഫ്ലോപ്പ് ഉണ്ട്, that will be equal to the value of M. അപ്പോൾ ഇവിടെ എമ്മിന്റെ വാല്യൂ എന്ന് വെച്ചാൽ പണ്ട് പഠിച്ച പോലെ മെസ്സേജിന്റെ എണ്ണമല്ല, മെസ്സേജ് എത്ര. ഇവിടെ കെയും അതല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എല്ലാം ചേഞ്ച് ആണ്. പക്ഷെ ജനറൽ കേസ് എൻ കോമ കെ കോമ എം ആയിട്ട് അത് പഠിച്ചേ വെക്കും, നമുക്ക് സിമ്പിൾ ഒന്നും മാറ്റാക്കത്തില്ല. എൻ എന്ന് വെച്ചാൽ ഔട്ട്പുട്ടാണ്. ഇവിടെ കെ എന്ന് വെച്ചാൽ എന്താണ്? എത്ര മെസ്സേജ് അറ്റ് എ ടൈം കൊടുക്കുന്നു എന്നുള്ളതാണ് കെ. സ്മോൾ എം എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റേജസ്. ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ സ്റ്റേജസ് എന്ന് പറയുന്ന ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിനനുസരിച്ചിട്ടാണ് എത്ര സ്റ്റേജ് എന്ന് തീരുമാനിക്കുന്നത്. സോ ഹിയർ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ നോക്കാം? ഇസ് ദി നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ക്ലിയർ ആയല്ലോ? ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇനി ഒരു എൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് ഇവിടെ അല്ല. ഇനി നമ്മൾ പ്രോബ്ലം കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ എൽ എന്നുള്ള വാല്യൂ ഒക്കെ വരും. ആ എൽ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ദി മെസ്സേജ് സീക്വൻസ്. നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ദി മെസ്സേജ് സീക്വൻസ് ആണ്. അതായത് നമ്മളൊരു മെസ്സേജ് കൊടുക്കുന്നു എന്ന് പറയുന്നത് 1011 ഇങ്ങനെ ഒരു മെസ്സേജ് നമ്മൾ കൊടുത്തു എന്ന് പറയുന്നു. സോ ഇൻ ദിസ് കേസ് എൽ ഈസ് ഈക്വൽ ടു 1 2 3 4 5. സോ എല്ലിന്റെ വാല്യൂ എന്തായിരിക്കും? ഇവിടെ 5 ആയിരിക്കും. അപ്പൊ ഓർക്കുക, പഴയതായിട്ട് നല്ല വ്യത്യാസമുണ്ട്. ഇവിടെ ഓരോ ടേംസിനും മാറ്റമുണ്ട്. ഇവിടെ എൽ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ദി മെസ്സേജ് സീക്വൻസ്. മെസ്സേജ് സീക്വൻസിന്റെ ബിറ്റ്സിന്റെ എണ്ണമാണ് 10111. പണ്ട് നമ്മൾ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ മെസ്സേജിനെ കെ ആയിട്ടൊക്കെയാണ് എടുത്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാകരുത്. സിമ്പിൾ മാറ്റിയെടുക്കാൻ ഒക്കത്തില്ല, കാരണം മോർ ആൻഡ് മോർ പ്രോബ്ലംസ് ടെക്സ്റ്റിലെല്ലാം ഈ രീതിയിലാണ്. എൻ കോമ കെ കോമ എം ആണ്. അപ്പൊ നമുക്ക് ആ രീതിയിൽ തന്നെ പഠിച്ചു വെക്കും. സോ എന്ന് ഓരോന്നും മാറ്റം എന്താണെന്നുള്ളത് നോക്കി പഠിക്കുക. ഇനി കൺസ്ട്രെയിൻ ലെങ്ത് എം ഇൻറ്റു എൻ ആണ് കൺസ്ട്രെയിൻ്റെ ലെങ്ത്. അതൊക്കെ പിന്നെ ആവശ്യമുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. റേറ്റ് എഫിഷ്യൻസി ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, കെ ബൈ എൻ ആണ്. അപ്പോൾ എഫിഷ്യൻസി തന്നിരുന്നാൽ നമുക്ക് അതിൽ നിന്ന് ഡയറക്റ്റ് എയും എന്നും എഴുതാൻ സാധിക്കും. ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ ഓപ്പറേഷൻ അറിയാൻ വേണ്ടിയാണ്. അതായത് ബ്ലോക്ക് കോഡ് ആകുമ്പോൾ എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ, പ്രീവിയസ് ബ്ലോക്ക് കോഡ് ആകുമ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള മെസ്സേജിനെയും ഡിപ്പെൻഡ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോ ഇവിടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഒരു മെസ്സേജ് ഇൻപുട്ട് കൊടുത്തു 10110. അപ്പൊ നമ്മളൊരു മെസ്സേജ് കൊടുക്കുകയാണ്. ഇവിടെ ഒരു ബിറ്റ് അറ്റ് എ ടൈം ആണ് കൊടുക്കുന്നത്, ഒരു മെസ്സേജ് അറ്റ് എ ടൈം ആണ്. ഇങ്ങനെ രണ്ടെണ്ണം ഇല്ല. അപ്പൊ ഇവിടെ ഇതില്ല കേട്ടോ, നേരത്തെ മനസ്സിലാക്കാൻ വരച്ചാണ്. 10110 എന്നുള്ളൊരു മെസ്സേജ് കൊടുത്തു. അപ്പൊ ഇവിടെ 10110 എന്നുള്ള മെസ്സേജ് ആണ് കൊടുക്കുന്നത് നോക്കി. അപ്പൊ ആദ്യം 1 തന്നെയാണ് കൊടുക്കുന്നത്. നമ്മൾ ഈ എഴുതിയൊക്കെ കണക്കല്ല, ആദ്യം 1 ഈ 1 തന്നെയാണ് ആദ്യം കൊടുക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഓർഡർ ആണ്, അല്ല ഇങ്ങനെയല്ല കൊടുക്കുന്നത്. തന്നിരിക്കുന്ന ഓർഡർ എന്ന് വെച്ചാൽ ആദ്യം ഒരു 1 കൊടുത്തു. ഓക്കെ, ഇത് കൺഫ്യൂഷൻ ആവാതെ എഴുതിയിരിക്കുക. അപ്പൊ നമ്മളൊരു മെസ്സേജ് കൊടുക്കാൻ ആദ്യത്തെ മെസ്സേജിന്റെ ഫസ്റ്റ് കിട്ടുന്ന വെച്ചാൽ 1. അപ്പൊ ആദ്യം നമ്മൾ 1 കൊടുത്തു. ഓക്കെ, ആദ്യം നമ്മൾ 1 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിലോട്ട് 1 വരുന്നു. അപ്പൊ ഇനിഷ്യൽ കേസിൽ എന്താണ്? ആദ്യം എല്ലാം 0 ആണ് അല്ലെ? ഇനിഷ്യൽ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ആദ്യം ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ വാല്യൂ എല്ലാം 0 ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് 0 വരും എന്ന് പറയാം. അപ്പൊ ഇവിടെ ഒരു 0 ആണ് വരുന്നത് അല്ലെ? അല്ലെ? ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീവിയസ് വാല്യൂ ആണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആദ്യത്തെ കേസിൽ 0 ആണ്, ഇവിടെയും 0 ആണ്. അതേപോലെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഈ വശം എല്ലാം 0 ആണ്. അത് ഓർക്കുക. അതായത് ഇവിടെ രണ്ട് സ്ഥലത്ത് നിന്ന് ഔട്ട്പുട്ട് എടുക്കുന്നുണ്ട്. ഇവിടെയും 0 ആണ്, ഇതിന്റെ ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ അത് 0 ആണ്. ഓക്കെ, അപ്പൊ ഇനിഷ്യൽ കേസ് എല്ലാം 0 ആണ്. ഇനിഷ്യൽ കേസ് എല്ലാം 0 ആകുമ്പോൾ എന്താണ്? ആദ്യത്തെ ഒന്നുമില്ല. അപ്പൊ ആദ്യം ഔട്ട്പുട്ട് എന്താണ്? ആദ്യം ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ അവസ്ഥ എന്താണ്? 0 0 0. ഞാൻ ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഇതിന്റെ അകത്ത് വരയ്ക്കാം. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അകത്ത് വരയ്ക്കാം. ആദ്യം 0 0 0 ആയിരിക്കും.
ആദ്യം 0 0 0 അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് വരച്ചാൽ മതി, അതാണ് എളുപ്പം. അപ്പൊ 0 0 0 ആയിട്ട് വരച്ചു. ഇനി എന്ത് ചെയ്യും? ഇനി ആദ്യം 1 കൊടുക്കുന്നു. ആദ്യം ഇനി ആ മെസ്സേജ് 1 വരുമ്പോൾ എന്ത് വ്യത്യാസം വരുന്നു? ഔട്ട്പുട്ട് അപ്പൊ എന്തായിരിക്കും? ആദ്യത്തെ കേസിൽ ഒന്നും കൊടുക്കാതെ ഔട്ട്പുട്ട് എന്താണ്? 0 XOR ഈ D2 എന്ന് പറഞ്ഞാൽ 0 ആണ്. അതും 0 0 XOR 0 XOR 0. അപ്പൊ ആദ്യത്തെ ഔട്ട്പുട്ട് ഇനിഷ്യലി ഒന്നും ഇല്ലാതെ 0 ആയിരുന്നു. ഇതിന്റെ കേസ് എന്താണ്? D1 മാത്രമേ വന്നിട്ടുള്ളൂ അല്ലെ. സോ ഇറ്റ് ഈസ് ആൾസോ 0. അടുത്ത കേസ് എന്താണ്? D2 D1 വന്നിട്ടുണ്ട്. സോ ദിസ് ഔട്ട്പുട്ട് ഈസ് ആൾസോ 0. അപ്പൊ ആദ്യം ഒന്നും ഇല്ലായിരുന്നപ്പോ C1 C2 C3 അതായത് ഔട്ട്പുട്ടിന്റെ വാല്യൂ എന്താണ്? ഇനിഷ്യലി ഇറ്റ് വിൽ ബി 0 0 0. ശരി, ഇനി അടുത്ത് നമ്മൾ 1 കൊടുക്കുന്നു. നമ്മൾ മെസ്സേജ് 1 കൊടുക്കുന്നു. മെസ്സേജ് 1 കൊടുത്തു. ഞാൻ പറഞ്ഞു പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ശ്രദ്ധിച്ചു കേൾക്കുക. പ്രസന്റ് വാല്യൂ എന്ന് വെച്ചാൽ എന്തായിരിക്കും? പ്രസന്റ്. അപ്പൊ ഇത് പ്രീവിയസ് വാല്യൂ ആണ് 0 0 0. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഔട്ട്പുട്ട് വിൽ ബി 0 0 0. ഇനി പ്രസന്റ് വാല്യൂ എന്ന് വെച്ചാൽ ഇൻപുട്ടിൽ എന്ത് കൊടുക്കുന്നു? ദാറ്റ് വിൽ ബി അവർ പ്രസന്റ് വാല്യൂ ആണ് ആണല്ലോ. അപ്പൊ നമുക്ക് പ്രീവിയസ് വാല്യൂ ആയ ഇവിടെ 0 ഉണ്ട്. പ്രീവിയസ് വാല്യൂ ഔട്ട്പുട്ട് ആയിട്ട് എടുത്തു. പഴയ രീതിയിൽ തന്നെ ചെയ്യാം. ഇവിടെ ഈ വശത്ത് ഔട്ട്പുട്ട് വരുന്നുണ്ട്, അവിടെയും കൂടെ നമുക്ക് വേണമെങ്കിൽ 0 എഴുതാൻ നമുക്ക് ഇത് ആലോചിക്കാം. ശരി, അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം ഏത് ബിറ്റാ കൊടുക്കുന്നത്? 1 കൊടുക്കുന്നു. ആദ്യം 1 കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ 1 ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? 1 കൊടുക്കുന്നു. ആദ്യം നമ്മൾ എന്തെങ്കിലും 1 കൊടുക്കുന്നു. അപ്പൊ ഇനി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ആ 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ കണ്ടന്റ് എന്താവും എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത് 1 0 0. നമ്മൾ ഇവിടെ 1 കൊടുക്കുന്നു. ഇൻപുട്ടിലോട്ട് 1 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ബാക്കിയുള്ളതിലെല്ലാം പ്രീവിയസ് അല്ലെ. D2ന്റെ ഇൻപുട്ട് ഇപ്പൊ എന്താണ്? 0 ആണ്. D3യുടെ ഇൻപുട്ട് എന്താണ്? 0 ആണ്. അപ്പൊ പ്രസന്റ് വാല്യൂ ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റർ ഇവിടെ 1 എന്നുള്ള മെസ്സേജ് കൊടുക്കുമ്പോൾ പ്രസന്റ് വാല്യൂ ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റർ എന്താണ്? പ്രസന്റ് വാല്യൂ ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റർ എന്താണെന്ന് ചോദിച്ചാൽ പ്രസന്റ് വാല്യൂ വിൽ ബി ഗിവൺ ടു ഇൻപുട്ട്. അപ്പൊ ഇവിടെ D1ന്റെ ഇൻപുട്ട് എന്താണ്? 1 ആണ്. D2ന്റെ ഇൻപുട്ട് എന്താണ്? 0 ആണ്. D3യുടെ ഇൻപുട്ട് എന്താണ്? 0 ആണ്. അപ്പൊ നമ്മൾ 1 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? 1 കൊടുക്കുമ്പോൾ ഓക്കെ, 1 കൊടുക്കുമ്പോൾ ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ കണ്ടന്റ് എന്താണ്? 1 0 0. കാരണം എന്താണ്? നമ്മുടെ ഇൻപുട്ട് വാല്യൂ വിൽ ബി അവർ പ്രസന്റ് വാല്യൂ. ഇനി ഔട്ട്പുട്ട് എന്താവും നമ്മൾ നോക്കാം. ഓക്കെ, ഓക്കെ. അപ്പൊ ഇത് നോക്കിയേ, ഇത് നമുക്ക് ആ ഓപ്പറേഷൻ ഡയറക്റ്റ് എഴുതാം. ഇതെന്താണ്? ഈ എക്സോറിൽ D1 ആണ് വരുന്നത്. ശ്രദ്ധിക്കുക, കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് ഈ രീതി പറയുന്നത്. ഇവിടെ D2 വരുന്നുണ്ട്, ഇവിടെ എന്താണ്? ഇത് D3 വരുന്നുണ്ട്. അടുത്ത എക്സോറിൽ എന്തൊക്കെ വരുന്നുണ്ട്? D1 വരുന്നുണ്ട്, വേറെ ഒന്നും വരുന്നില്ല. മൂന്നാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ എന്ത് വരുന്നുണ്ട്? D1 വരുന്നുണ്ട്, D2 വരുന്നുണ്ട് മൂന്നാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട്. ഓക്കെ, ഇവിടെ എല്ലാ എക്സോർ അഡീഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഔട്ട്പുട്ട് എഴുതാക്കും. ഔട്ട്പുട്ട് എഴുതാന്ന് വെച്ചാൽ നമുക്കറിയാം D1ന്റെ വാല്യൂ ഇതാണ്, D2ന്റെ വാല്യൂ ഇതാണ്, D3ന്റെ വാല്യൂ ഇതാണ്. D1 ആയി, D2 ആയി, D3 ആയി. അപ്പൊ ഇത് കിട്ടിയാൽ നമുക്ക് ഔട്ട്പുട്ട് എഴുതുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് എക്സോർ എന്ന് പറഞ്ഞാൽ എന്താണ്? D1 XOR D2 XOR D3. D1 XOR D2 XOR D3 എന്താണ്? 1 XOR 0 XOR 0 എത്രയാണ്? It will be 1. അപ്പൊ ഫസ്റ്റ് ഔട്ട്പുട്ട് C1ന്റെ വാല്യൂ എന്തായിരിക്കും? C1ന്റെ വാല്യൂ 1 ആയിരിക്കും. ഇനി അടുത്ത എന്താണ്? അടുത്ത XOR ഗേറ്റ് എന്ന് വെച്ചാൽ D1 തന്നെയാണ്. D1 വേറെ ഒന്നുമില്ല. അപ്പൊ C2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു D1 ആണ്. D1ന്റെ വാല്യൂ 1 ആയതുകൊണ്ട് C2 will be equal to 1. അടുത്ത XOR ഗേറ്റ് എന്താണ്? D1 XOR D2. D1ന്റെ വാല്യൂ എന്താണ്? 1 XOR D2ന്റെ വാല്യൂ എന്താണ്? 0. 1 XOR 0 1. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ്? ഫസ്റ്റ് ഷിഫ്റ്റ് 1 വരുമ്പോഴുള്ള ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ കണ്ടന്റും അറിയാം. നമുക്ക് XOR ഗേറ്റിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് ഓർത്താൽ മതി. അതിന്റെ സിമ്പിൾ ഓപ്പറേഷൻ ആണ്. ഇവിടുത്തെ XOR ഗേറ്റിൽ C1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ C1 എന്ന് വെച്ചാൽ എന്താണ്? ഇവിടുത്തെ C1 ശ്രദ്ധിക്കുക. ഇവിടുത്തെ C1 എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? D1 D2 D3 ആ രീതിയിൽ ഓർത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഔട്ട്പുട്ട് വെച്ച് പറഞ്ഞാൽ ഔട്ട്പുട്ട് കറക്റ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടുത്തെ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ D1 എന്താണ്? പ്രസന്റ് അല്ലെ നമ്മൾ പഠിക്കുന്നത്. 1 കൊടുക്കുമ്പോഴുള്ള പ്രസന്റ് സ്റ്റേജ് ഓഫ് ഷിഫ്റ്റ് രജിസ്റ്ററും
1 കൊടുക്കുമ്പോഴുള്ള പ്രസന്റ് ഔട്ട്പുട്ടുമാണ് നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് ആ പ്രസന്റ് വാല്യൂ വെച്ച് തന്നെ ചെയ്യുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ ജസ്റ്റ് എന്തൊക്കെയാണ് എക്സോറിലോട്ട് വരുന്നത്, പിന്നെ അവിടെ ചെയ്യേണ്ട ഓപ്പറേഷനും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? ഇനി അടുത്ത കേസ്, ഇപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞു. ഇപ്പൊ നമ്മള് പ്രീവിയസ് വാല്യൂ ആണ് ഔട്ട്പുട്ട് ആയിട്ട് വരയ്ക്കേണ്ടത്, അത് മാത്രം ഓർത്ത് വരയ്ക്കുക. പ്രീവിയസ് വാല്യൂ അത് എപ്പോഴും ഒരേപോലെ തന്നെ കേട്ടോ. നമ്മളെ പ്രീവിയസ് വാല്യൂ ഏറ്റവും എളുപ്പം ഔട്ട്പുട്ട് ആയിരിക്കും. അപ്പൊ D1ന്റെ പ്രീവിയസ് വാല്യൂ എത്രയാണ്? 1 ഇവിടെ കൊടുക്കുക. D2ന്റെ പ്രീവിയസ് വാല്യൂ എത്രയാണ്? 0 അത് ഇവിടെ കൊടുക്കുക. D3യുടെ അത് ഔട്ട്പുട്ട് വരയ്ക്കേണ്ട കാര്യം കണക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വരയ്ക്കേണ്ട. ബാക്കിയെല്ലാം D1 D2 D3 D1 D1 D2. ഇനി അടുത്ത മെസ്സേജ് ബിറ്റ് ഏതാണെന്ന് നോക്കാം. അടുത്ത 0 ആണ് അല്ലെ? 1 1 0 1 1 0 ആണ് കൊടുക്കുന്നത്. അടുത്ത 0 ആണ്. അപ്പൊ അടുത്ത വരുന്ന മെസ്സേജ് ഏതാണ്? 0. അടുത്ത ഇവിടെ 0 ആണ് വരുന്നത് ആണല്ലോ. അപ്പൊ അവിടെ 0 വരുന്നു. അപ്പൊ ഷിഫ്റ്റ് രജിസ്റ്റർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസന്റ് ഷിഫ്റ്റ് രജിസ്റ്റർ കണ്ടന്റ് ഈസ് ഈക്വൽ ടു ദി ഇൻപുട്ട് ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റർ. നമ്മൾ ഓൾറെഡി എപ്പോഴും കഴിഞ്ഞ ക്ലാസ് തൊട്ടേ അതിന് മുമ്പത്തെ ക്ലാസ് തൊട്ടേ പറയാൻ സൈക്കിൾ ക്ലോഡിന്റെ കേസിലൊക്കെ പ്രസന്റ് വാല്യൂ ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റർ ഈസ് ഈക്വൽ ടു ദി ഇൻപുട്ട്. അപ്പൊ ഇൻപുട്ട് എന്താണ് ഇവിടെ? ഫസ്റ്റ് ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ ഇൻപുട്ടിലോട്ട് എന്ത് വന്നു? 0 വന്നു. സോ ദാറ്റ് വിൽ ബി പ്രസന്റ് വാല്യൂ ഓഫ് D1. രണ്ടാമത്തെ D2ന്റെ പ്രസന്റ് വാല്യൂ എന്ന് വെച്ചാൽ ഇൻപുട്ട് ഓഫ് D2. D2യുടെ ഇൻപുട്ട് എന്താണ്? 1 ആണ്. സോ ദാറ്റ് വിൽ ബി ദി പ്രസന്റ് വാല്യൂ. അടുത്ത D3യുടെ എന്താണ്? D3യുടെ ഇൻപുട്ട് എന്ന് വെച്ചാൽ 0 ആണ്. സോ 0 1 0. അതാണ് 0 1 0. ഇനി ഇത് വെച്ചിട്ടുള്ള ഷിഫ്റ്റ് രജിസ്റ്റർ കണ്ടന്റ് ആണ്. ഒരു ബുദ്ധിമുട്ടില്ല. D1 D2 D3 അറിയാമെങ്കിൽ C1 C2 C3 എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ഓൾറെഡി എക്സോർ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. C1 എന്ന് വെച്ചാൽ എന്താണ്? D1 XOR D2 XOR D3. 0 XOR 1 XOR 0 എന്താണ്? 1 കിട്ടുക. നെക്സ്റ്റ് വൺ എന്താണ്? D1 ആണ്. D1ന്റെ വാല്യൂ എന്താണ്? 0. അടുത്ത നെക്സ്റ്റ് വൺ എന്താണ്? C3 എന്ന് വെച്ചാൽ D1 XOR അല്ലെ? D1 D2 ആണ് എക്സോറിലോട്ട് വന്നിരിക്കുന്നത്. സോ D1 XOR D2. D1ന്റെ വാല്യൂ 0. അപ്പൊ 0 XOR D2ന്റെ വാല്യൂ 1. സോ ഇറ്റ് വിൽ ബി 1 0 1. സോ ഔട്ട്പുട്ട് വിൽ ബി 1 0 1. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇവിടെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ഈ ഒരു പ്രോബ്ലം ഇവിടെ ചെയ്യാൻ കാരണം ജസ്റ്റ് ആദ്യം പറഞ്ഞ ആ ഒരു വർക്കിങ്ങിന്റെ എഫക്റ്റ് ആവാൻ വേണ്ടിയാണ്. അതായത് convolutional encoder depends not only on the present message bit, but also on the previous message bit. Previous message bitനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നു. previous message bitsനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് പറഞ്ഞു. കാരണം ഇവിടെ ഇപ്പൊ നോക്കിയേ, ഇവിടെ ഒരു 1 വന്നു. ആദ്യത്തെ എഫക്റ്റില് ആ 1 ഇവിടെ കയറി. രണ്ടാമത്തെ ഓപ്പറേഷനിലായപ്പോ ആ 1 ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ വന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ 1ന്റെ എഫക്റ്റ് അവിടെ ഉണ്ട്. അടുത്ത ഓപ്പറേഷനിലാകുമ്പോ ഈ 1 ഷിഫ്റ്റ് ചെയ്ത് ഈ അവസാനത്തെ ഇതിലോട്ട് പോയി. പക്ഷെ അടുത്തതായപ്പോ ആ 1 അങ്ങ് പോയി. കാരണം അടുത്ത ഷിഫ്റ്റ് ആയപ്പോ ആ 1 ഇല്ലാതായി. ചുരുക്കി പറഞ്ഞാൽ ആദ്യം കൊടുത്ത ഈ 1ന്റെ എഫക്റ്റ് ഏതുവരെ ഉണ്ട്? ഫസ്റ്റ് 1 വന്നപ്പോൾ ഇൻപുട്ട് ആദ്യത്തെ രജിസ്റ്ററിനെ ബാധിച്ചു. അടുത്ത 0 വന്നപ്പോൾ ഈ 1ന്റെ എഫക്റ്റ് കാരണം ഉണ്ടായ ഈ 1 ഇല്ലേ, ആ 1 ആണ് ഈ രണ്ടാമത്തെ ബിറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അതേ 1 തന്നെയാണ് അടുത്ത മെസ്സേജ് വന്നപ്പോൾ ലാസ്റ്റ് ഷിഫ്റ്റ് രജിസ്റ്ററിലോട്ട് വന്നത്. ഇതിന്റെ അടുത്ത മെസ്സേജ് വരുമ്പോൾ ഈ ലാസ്റ്റ് ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ കണ്ടന്റും പോയി. കാര്യം അതിൽ പുതിയ വാല്യൂ വന്നു കഴിഞ്ഞു. ദാറ്റ് മീൻസ് ഈ 3 ബിറ്റ്സും, അതായത് ഈ 3 ഔട്ട്പുട്ടിന് അല്ലെങ്കിൽ ഈ 9 ഔട്ട്പുട്ട് ഉണ്ടല്ലോ, C1 C2 C3, അടുത്ത C1 C2 C3, അടുത്ത C1 C2 C3, ഈ 3 6 ഈ 9, ഈ 9 ബിറ്റും ആദ്യത്തെ മെസ്സേജ് ബിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ 9 ബിറ്റും ആദ്യത്തെ മെസ്സേജ് ബിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. നമുക്ക് വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഈ ആദ്യത്തെ ഔട്ട്പുട്ട് മാത്രമല്ല, രണ്ടാമത്തെ ഔട്ട്പുട്ടും മൂന്നാമത്തെ ഔട്ട്പുട്ടും ഈ ആദ്യം വന്ന ഈ 1നെ ഡിപ്പെൻഡ് ചെയ്യും. ഈ ആദ്യം വന്ന 1ന്, സാധാരണ കേസിൽ ആദ്യം വന്ന 1ന് ആദ്യത്തെ ഔട്ട്പുട്ടിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. നോർമൽ കേസിൽ ലീനിയറിലൊക്കെ എങ്ങനെയാണ് ഒരു ബിറ്റ് വന്നാൽ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ടതാണ്.
പക്ഷേ ഇവിടെ ആദ്യം വന്ന 1 അതിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്ന അതിന് ശേഷമുള്ള ഇൻപുട്ടിനെയും അല്ല ഔട്ട്പുട്ടിനെയും അത് കഴിഞ്ഞിട്ട് വരുന്ന ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കൺവല്യൂഷൻ എൻകോഡറിന്റെ കേസ് പറഞ്ഞത് ഇറ്റ് നോട്ട് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദി പ്രസന്റ് മെസ്സേജ് സിഗ്നൽ. ഇപ്പോഴത്തെ മെസ്സേജ് സിഗ്നൽ ആയിരുന്നെങ്കിൽ ഈ 011 ആകെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഈ 1നെ മാത്രമായിരുന്നു. ആണോ? അല്ല, ഈ 1നെയും ഈ ആദ്യത്തെ 1നെയും വരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പുള്ള 0യെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു മെസ്സേജ് വന്നാൽ ഒരു ഔട്ട്പുട്ട് ഈസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി പ്രസന്റ് മെസ്സേജ് ബിറ്റ് ബട്ട് ഓൾസോ ഓൺ ദി പ്രീവിയസ് മെസ്സേജ് ബിറ്റ്സ്. പ്രിസീഡിംഗ് മെസ്സേജ് ബിറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ആ സെന്റൻസ് വെച്ച് തന്നെ പറയാം. It depends on preceding m-1 block of message bits. M should be greater than 1 ആണ്, അല്ലെങ്കിൽ 1 - 1 0 ആയിപ്പോ, അല്ലെങ്കിൽ നെഗറ്റീവ് ഒക്കെ വരാം. അതുകൊണ്ട് m-1 മെസ്സേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് പ്രീവിയസ്. അപ്പൊ ഇവിടത്തെ എമ്മിന്റെ വാല്യൂ നോക്കിയേ. ഇവിടത്തെ എമ്മിന്റെ വാല്യൂ എത്രയാ? 3 ആയിരുന്നു. ഇവിടത്തെ എമ്മിന്റെ വാല്യൂ എത്രയാ? 3 ആയിരുന്നു. അപ്പൊ m-1 എന്ന് വെച്ചാൽ 2. അപ്പൊ പ്രീവിയസ് 2 മെസ്സേജിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് ഈ ഔട്ട്പുട്ട് പ്രസന്റ് ബിറ്റിനെ മാത്രം അല്ല ഡിപ്പെൻഡ് ചെയ്യുന്ന, ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ m-1. ഇവിടെ എമ്മിന്റെ വാല്യൂ എത്രയാ? 3. therefore 3 - 1 എന്ന് വെച്ചാൽ എന്താണ്? 2. അപ്പൊ 2 പ്രിസീഡിംഗ് മെസ്സേജ് ബിറ്റിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യും. ഇവിടെ എത്രയായിരുന്നു? ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഈ പ്രസന്റ് ഇൻപുട്ടിനെ മാത്രമല്ല, പഴയ 2 അല്ലെ, കാരണം ഇവിടെ m-1ന്റെ വാല്യൂ 2 ആണ്. പഴയ 2 ബിറ്റിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യും. ഇതാണ് പഴയ 1 ബിറ്റ്, ഇതാണ് പഴയ 2 ബിറ്റ്. മനസ്സിലായോ? അപ്പൊ അതാണ് ഇവിടെ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പ്രൂവ് ചെയ്തതാണ്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോ അതേപോലെ ഇവിടെ D4 ആണെങ്കിൽ, അതായത് ഈ ഔട്ട്പുട്ട് 010 ആണെങ്കിൽ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന വെച്ചാൽ പ്രസന്റ് ആയ 1നെ മാത്രമല്ല, ഇതിന് മുമ്പുണ്ടായിരുന്ന 2 പഴയ 2 മെസ്സേജിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യും. ഇതായിരുന്നു പഴയതിന്റെ തൊട്ട് മുമ്പത്തെ 1ാമത്തെ മെസ്സേജ്, ഇതാണ് 2ാമത്തെ. അപ്പൊ ഈ 2എണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ 010 എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും ഈ 1നെ ഡിപ്പെൻഡ് ചെയ്തില്ല, പകരം ഈ 0യും ഈ 1നെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് പ്രീവിയസ് പ്രിസൈഡിങ് m-1 ബിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു. അതൊരു എക്സാമ്പിൾ എഴുതിയപ്പോൾ തന്നെ നമുക്ക് എന്താ ചെയ്തു? അത് പ്രൂവ് ചെയ്തു. അത്രേ ഉള്ളൂ. അതിന്റെ ആ പറഞ്ഞതിന്റെ ഒരു പ്രൂഫായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ എക്സാമ്പിൾ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ എൻകോഡിംഗ് ഓഫ് കൺവല്യൂഷണൽ കോഡ് യൂസിങ് ടൈം ഡൊമൈൻ അപ്രോച്ച് ആണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം അതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.